കാസർഗോഡ് ജില്ലയിൽ ഇടവിട്ട് ശക്തമായ മഴ, കാര്യമായ നാശനഷ്ടങ്ങളില്ല. ഉപ്പളപ്പുഴയിലും മൊഗ്രാൽ പുഴയിലും ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നുണ്ട്. കാസർഗോഡ് നിന്ന് സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകുന്നത്. സാരംഗ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിലും മഴ അതിശക്തമായി ഉണ്ടായിരുന്നില്ല എങ്കിലും കടൽക്ഷോഭം രൂക്ഷമായിരുന്നു. ഇന്നെങ്ങനെയാണ് ജില്ലയിൽ മഴയുടെ സ്ഥിതി? ഏതെങ്കിലും തരത്തിൽ ദുരിതമുണ്ടോ? മോത്തി, ജില്ലയിൽ ഇന്ന് ഇടവിട്ട രീതിയിൽ തന്നെ ശക്തമായ മഴ ചിലയിടങ്ങളിൽ പെയ്യുന്നുണ്ട്. മലയോര മേഖലകളിലൊക്കെ തന്നെ സ്ഥിതിഗതികൾ ശാന്തമായി മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. പക്ഷേ പ്രളയസമാന സാഹചര്യം അല്ലെങ്കിൽ പ്രളയ സാധ്യത അടക്കം ഇന്ന് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്ന് പുലർച്ചെ 5 മണി വരെ പറഞ്ഞിരുന്നു. എന്നാൽ അത്തരത്തിലുണ്ടായ ദുരന്തങ്ങളോ അത്തരത്തിലുള്ള ആ രീതിയിലുണ്ടായ ഒരു പ്രയാസങ്ങളോ ഒന്നും തന്നെ മലയോര ജനതയെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മളുള്ളത് കാസർഗോഡ് നഗരത്തിനോട് തൊട്ടടുത്തുള്ള തളങ്കര മേഖലയിലാണ്. ഇവിടെ ചന്ദ്രഗിരി പുഴ, ഈ മലയോരത്തിലൂടെയൊക്കെ ഒഴുകുന്ന പയസ്വിനി പുഴയും അതുപോലെയുള്ള പ്രധാനപ്പെട്ട പുഴകളെല്ലാം തന്നെ ഒരു പക്ഷേ മലയോര മേഖലകളിലൊക്കെ തന്നെ പ്രളയസമാന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന ചൈത്രവാഹിനി പുഴയും പയസ്വിനി പുഴയും എല്ലാം തന്നെ ഉപനദികളായി വന്നു ചേരുന്ന ചന്ദ്രഗിരി പുഴ അറബിക്കടലിനോട് ചേരുന്ന അഴിമുഖത്തിന് തൊട്ടരികിലാണ്. ഇവിടെ പുഴ ഏറെ ശാന്തമായി ഒഴുകുന്ന ഒരു കാഴ്ച തന്നെയാണ്. വേനൽക്കാലത്തിന് സമാനമായ രീതിയിൽ തന്നെ പുഴ സാധാരണ രീതിയിൽ ഒഴുകുന്നു. 2 ദിവസങ്ങൾക്ക് മുൻപേ വരെ വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിൽ അനുഭവപ്പെട്ടൊരു മേഖലയായിരുന്നു ഇത്. ഇപ്പോൾ ഇതിവിടെ സ്ഥിതി പൂർണ്ണമായി ശാന്തമായി ഒഴുകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ പുഴയുടെ ജലനിരപ്പ് അപകടകരമാം വിധം ഉയർന്ന മൊഗ്രാൽ പുഴയിലും അതോടൊപ്പം തന്നെ ഉപ്പളപ്പുഴയിലും ഇപ്പോൾ സ്ഥിതി ശാന്തമായിരിക്കുന്നു എന്ന് തന്നെയാണ്. മൊഗ്രാൽ പുഴയുടെ കരയിലുള്ള മധുവാഹിനി പുഴയുടെ കരയിലുള്ള മധൂർ പട്ള മേഖലകളൊക്കെ തന്നെ സാധാരണ രീതിയിൽ തന്നെ ഒരു ശരാശരി മഴ ലഭിച്ചാൽ തന്നെ വെള്ളത്തിനടിയിലാകുന്ന ഒരു സാഹചര്യമുള്ള മേഖലയാണ്. എന്നാൽ അവിടങ്ങളിൽ പോലും വലിയ രീതിയിൽ ഭീഷണി ഉണ്ടാകാത്ത സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. ജില്ലയിൽ ഇന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കമുള്ള സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. എന്നാൽ മുൻകൂട്ടി തീരുമാനിച്ച പരീക്ഷകൾക്കൊന്നും തന്നെ മാറ്റമില്ല. പക്ഷേ ദക്ഷിണ കന്നഡ ജില്ലയിൽ കാസർഗോഡിനോട് തൊട്ടരികിലുള്ള കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഉപ്പളപ്പുഴയിലടക്കം ജലനിരപ്പ് ഉയർന്നത്. ആ ഒരു ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ കർണാടകയിലെ മലയോര മേഖലകളിലുമൊക്കെ തന്നെ കനത്ത രീതിയിൽ മഴ പെയ്യുകയാണെങ്കിൽ അത് കാസർഗോഡിനെയും ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. മോത്തി, കാസർഗോഡ് നിന്നും സാരംഗ് സുരേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.